വ്യാജ കേസുകൾ വ്യാപകമാകുന്നൊരു സാഹചര്യം നമ്മുടെ കേരളത്തിലുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ശ്രീ ആനന്ദ് വിശ്വനാഥൻ എന്നൊരു സാറിൻ്റെ കേസ് കണ്ടു. 3 വർഷം ജയിലിൽ കിടന്നു, 11 വർഷം നിയമപോരാട്ടം നടത്തി. നമുക്കതൊരു വാർത്ത മാത്രമാണ്. ആ ആനന്ദ് വിശ്വനാഥൻ നമ്മളായിരുന്നെങ്കിലോ? 3 വർഷം എന്താ കോപ്പി അടിച്ചതിന് പിടിച്ചു, കൗണ്ടർ പരാതി തയ്യാറാക്കി അവർ ആദ്യം കൊടുത്തു. അങ്ങനെ അദ്ദേഹം 3 വർഷത്തോളം ജയിലിൽ കിടന്നു, 11 വർഷം നിയമപോരാട്ടം നടത്തി. നമ്മുടെ പെരുങ്ങോട്ടുകര ദേവസ്ഥാനം അവിടുത്തെ ഒരാളെ ഇതേപോലെ ഹണി ട്രാപ്പിൽ കുടുക്കി 45 ദിവസം ജയിലിൽ കിടന്നു. ഇപ്പോൾ പോലീസ് സത്യം കണ്ടെത്തി ആ ഹണി ട്രാപ്പിൽ കുടുക്കിയവരെ അടക്കം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പുള്ളിയുടെ ജീവിതത്തിലെ 45 ദിവസം അദ്ദേഹത്തിൻ്റെ ഭാര്യ, കുട്ടികൾ, അവർക്കുണ്ടായ വിഷമം, വേദന, ഇതിനൊക്കെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ എന്തെങ്കിലും ഉണ്ടാവും. ഇല്ലാത്തതിൻ്റെ കാരണം നമ്മുടെ നാട്ടിൽ വളരെ ലോപ്പ് സൈഡഡ് ആണ് ഈ നിയമങ്ങൾ. ഇപ്പോൾ എനിക്കെതിരെ കുമാരി റിനി പരാതി കൊടുത്തു. നിങ്ങൾ അറിയുമ്പോൾ, ഒരുപക്ഷെ റിനിയുടെ പരാതി പലരും കണ്ടു കാണും, നിങ്ങൾ അറിയുമ്പോൾ അത്ഭുതപ്പെടും. റിനി എനിക്കെതിരെ പരാതി കൊടുത്തത് ഡിഫമേഷനാണ്, അതായത് റിനി അപകീർത്തിപ്പെടുത്തിയെന്നാണ്. പോലീസ് എനിക്കെതിരെ വകുപ്പ് ചുമത്തിയിരിക്കുന്നത് IT ആക്ടിലെ 67 ആണ്. ഒബ്സീൻ കണ്ടന്റ് ഇതിലൂടെ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ്. അത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താ അറിയാമോ? ഡിഫമേഷൻ ബെയിലബിൾ ആണ്, പക്ഷേ 67 ബെയിലബിൾ അല്ല. അതുകൊണ്ട് ബെയിലബിൾ അല്ലാതെ 2 ദിവസം പിടിച്ച് അറസ്റ്റ് ചെയ്യാൻ ഒരുപക്ഷെ അയ്യപ്പസ്വാമി അറസ്റ്റ് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ആ ദിവസത്തോടനുബന്ധിച്ച് അറസ്റ്റ് ചെയ്യുമായിരിക്കും. കാര്യം അങ്ങനെ ആകുമ്പോൾ 2 ദിവസം ജയിലിൽ കിടക്കും. ശനിയും ഞായറും ആണെങ്കിൽ പിന്നീട് ബെയിൽ കിട്ടാൻ പിന്നീട് മൂവ് ചെയ്യാൻ കഴിയും. റിനി തന്നെ വ്യാജ പരാതി കൊടുത്തതാണ്. റിനിക്കെതിരെ ഞാൻ മുഖ്യമന്ത്രിക്കും DGPക്കും ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. പക്ഷേ റിനിയുടെ പരാതിയിൽ ഒരു വരി, പ്രത്യേകിച്ച് 2 വരിയാണ് എന്നെക്കുറിച്ചുള്ളത്. രാഹുൽ ഈശ്വർ, ചില യൂട്യൂബർമാർ എനിക്കെതിരെ വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് താഴെ രാഹുൽ ഈശ്വർ പബ്ലിഷ്ഡ് എ ഡിഫേമിംഗ് വീഡിയോ ടു മീ. ആ പരാതി പലരും കണ്ടു കാണും. റിനി ഏത് വകുപ്പാണ് ഇൻവോക്ക് ചെയ്തിരിക്കുന്നത്? എന്നെ അപകീർത്തിപ്പെടുത്തുന്നു എന്ന വകുപ്പാണ്. പോലീസ് എനിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് IT ആക്ട് 67 ആണ്. കാര്യം എന്താ? ഒരു ദിവസം അറസ്റ്റ് ചെയ്താലേ പോലീസിനൊരു ഗുമ്മുള്ളൂ. അങ്ങനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ത്രീകളെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് അപകീർത്തി എന്ന് പറയുന്ന ഡിഫമേഷൻ BNS പ്രകാരം ബെയിലബിൾ ആണ്, മറ്റേത് നോൺ ബെയിലബിൾ ആണ്. ഈ നാട്ടിൽ നടക്കുന്ന പച്ചയായ തട്ടിപ്പാണ്, അല്ലെങ്കിൽ വ്യാജമായി നിയമത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള ഹരാസ്മെൻ്റ് ആണ് നമ്മൾ കാണുന്നത്. ഇത് ചെയ്യാൻ പോലീസുകാർക്ക് മനസ്സ് വരുന്നത് നിങ്ങൾ മീഡിയയുടെ അടക്കം പ്രഷർ ഉള്ളതുകൊണ്ടാണ്. കാര്യം മീഡിയക്കാരുടെ ഫ്രണ്ടിൽ എന്തെങ്കിലും കാണിക്കണം. പരാതിക്കാരിക്കില്ലാത്ത വകുപ്പാണ് പോലീസിന് എനിക്കെതിരെ ഉള്ളത്. പരാതിക്കാരിക്കില്ലാത്ത വകുപ്പാണ്. ആ പെൺകുട്ടിയെ ചില ആൾക്കാർ മോശമായി പറഞ്ഞു കാണും, ഞാൻ പറഞ്ഞിട്ടില്ല. എന്തായാലും അങ്ങനെ ഒരുപാട് പേരുണ്ട്. എന്നിട്ട് പോലീസ് 35 BNS 35 ഇട്ടിട്ടുണ്ട്. 35 എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഒരു ഉദ്ദേശത്തോടെ, കോമൺ ഉദ്ദേശത്തോടു കൂടി ഒരാളെ ആക്രമിച്ചു എന്നുള്ളതാണ്. ലോകത്തിലെ പല സ്ഥലത്തിരിക്കുന്ന ഇൻസ്റ്റാഗ്രാമിലെ ആൾക്കാർ എനിക്ക് മോശം മെസ്സേജ് അയച്ചത് ഞാനും തമ്മിൽ എന്ത് ബന്ധമാണ്?